ശിവപുരാണത്തിലെ 6ാമത്തെ ഭാഗമായ കൈലാസ സംഹിത ആധികാരിക സന്യാസധർമ്മത്തിൻ്റെയും ആന്തരിക ശുദ്ധിയുടെയും പാഠങ്ങളും ദൈവസാക്ഷാത്കാരത്തിൻ്റെ വഴികളും സമഗ്ര വിശദീകരണമായി തന്നിരിക്കുകയാണ്. ഇതിൽ മഹർഷി വ്യാസനും ശൗനക മുതലായ സുതികളുമാണ് ആദ്യ സംവാദത്തിൽ ഏർപ്പെടുന്നത്. പിന്നീട് ശിവൻ തന്നെ ദേവിയോട് സാക്ഷാൽ മാർഗദർശനം നൽകുന്ന ഭാഗങ്ങളിലൂടെ സന്യാസ ആശ്രമത്തിൻ്റെ ഉദ്ഭവം മുതൽ ആചരിക്കേണ്ട നിയമങ്ങൾ വരെ വിശദമാക്കുന്നു. ഈ സംഹിത ശിവതത്വത്തിൻ്റെ അദ്വൈത സ്വഭാവം, മാനസപൂജയുടെ മഹത്വം, പ്രണവോപാസനയുടെ ഗൂഢത്വം, ശിക്ഷാദീക്ഷാവിധി, യോഗപട്ട നിർദ്ദേശങ്ങൾ, സന്യാസി മൃത്യുശേഷമുള്ള ആചാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ദൈവതത്വങ്ങൾ ചുരുങ്ങാതെ അവതരിപ്പിക്കുന്നു. ശിവോപാസനയ്ക്ക് ആന്തരികമായ ദർശനങ്ങളും അനുഷ്ഠാന മാർഗങ്ങളുമാണ് ഇതിലൂടെ പ്രബോധിപ്പിക്കുന്നത്. ഇത് സത്യാന്വേഷികളും സന്യാസമാർഗം ആഗ്രഹിക്കുന്നവർക്കും തീർത്തും പ്രബോധകമായ ഒരു ഗുരു ഗ്രന്ഥമാണ്. 23 അധ്യായങ്ങളാണ് കൈലാസ സംഹിതയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിലെ 1ാമത്തെ അധ്യായം വ്യാസനും ശൗനക മുതലായവരുമായുള്ള സംവാദമാണ്. മഹർഷി വ്യാസൻ, ശൗനകമുനി, മറ്റ് മുക്തപ്രാപ്തർ എന്നിവരുമായി ഒന്നിച്ചിരുന്നപ്പോൾ ശിവപുരാണത്തിൻ്റെ നിത്യസത്യങ്ങളും സന്യാസത്തിൻ്റെ മഹത്വവും സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. ഇതിൻ്റെ പ്രധാന വിഷയം ശിവപുരാണത്തിലെ സംഹിതകളെക്കുറിച്ചും ഉമാസംഹിതയുടെ ഗൗരവവും പ്രാധാന്യവും കൈലാസ സംഹിതയുടെ ഉദ്ദേശവും പ്രാധാന്യവും സന്യാസത്തിൻ്റെയും ആത്മനിഷ്ഠയുടെയും പ്രാഥമിക മാർഗങ്ങൾ. സംവാദത്തിൽ നിന്ന് ചില മുഖ്യ ബിന്ദുക്കൾ ഞാനൊന്ന് പറയാം. വ്യാസൻ പറഞ്ഞു, ശിവപുരാണത്തിൽ ഉമാസംഹിതയിൽ സന്യാസത്തിൻ്റെ മാർഗം മനസ്സിലാക്കി, പക്ഷേ അതിനെ കൂടുതൽ വിശദീകരിക്കുന്ന സന്യാസത്തിനുള്ള നിയമങ്ങളും ഉപദേശങ്ങളും നൽകുന്ന കൈലാസ സംഹിതയെക്കുറിച്ച് അറിയാനാണ് ആഗ്രഹം. ശൗനക സ്മരിച്ചുകൊണ്ടുള്ള മറുപടി പറഞ്ഞു, കൈലാസ സംഹിത സന്യാസത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും ആധികാരിക ഗ്രന്ഥമാണ്. ഇത് ശിവൻ ദേവതയും ദേവിയും തമ്മിലുള്ള സംഭാഷണത്തിൽ സമർപ്പിച്ചവയാണ്. മറ്റു വേദജ്ഞാനികളും സന്യാസത്തിൻ്റെ പ്രവൃത്തിപരമായ മാർഗങ്ങൾ, യോഗ അനുഷ്ഠാനങ്ങൾ, ശിഷ്യദീക്ഷാ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വിശദമായി ചർച്ച ചെയ്തു. എന്തായിരുന്നു ഈ സംവാദത്തിൻ്റെ ആവശ്യകത? സന്യാസിയായുള്ള ജീവിതമാർഗം ശാസ്ത്രീയവും ആന്തരികമായും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശിവപൂജയുടെ മാനസിക രീതി, പ്രണവോപാസനയും എങ്ങനെ ചെയ്യാമെന്ന് അറിയുക. ഇതായിരുന്നു സംവാദത്തിൻ്റെ ലക്ഷ്യം. വ്യാസനും ശൗനകനും ചേർന്ന് ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നതിലൂടെ അനുഭാവികളായ സന്യാസികൾക്ക് ദിവ്യബോധവും ആത്മശുദ്ധിയും പ്രാപിക്കാം എന്നതായിരുന്നു. ഇങ്ങനെ വ്യാസനും ശൗനകനും തുടങ്ങിയ മഹാന്മാരും തമ്മിലുള്ള സംവാദം ശിവപുരാണത്തിലെ കൈലാസ സംഹിതയുടെ തുടക്കത്തിലാണുള്ളത്. ഇത് വായിച്ചാൽ സന്യാസത്തിൻ്റെ ശിവോപാസനയുടെയും ആധികാരിക തത്വങ്ങൾ തന്നെ മനസ്സിലാക്കാൻ സഹായിക്കും. 2ാമത്തെ അധ്യായം ദൈവത്തിൻ്റെയും ദേവിയുടെയും സംഭാഷണമാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്തെന്നാൽ ശിവൻ തന്നോടൊപ്പം അനുഗ്രഹദായകയായ ഉമാദേവിയുമായി ആത്മാർത്ഥമായ ദാർശനികമായ സംഭാഷണം തുടങ്ങുന്നു. ഇവരുടെ സംഭാഷണം സന്യാസത്തിൻ്റെ തത്വം, ആന്തരിക ശുദ്ധി, ഭക്തി എന്നിവയെക്കുറിച്ചുള്ള ഒരു പരമപ്രധാന പാഠമാണ്. ശിവനും ഉമാദേവിയും തമ്മിലുള്ള പരസ്പര സങ്കീർണവും പരമാർശികവുമായ സംവാദമാണ് ഇതിലെ ആശയങ്ങൾ. സന്യാസി ജീവിതത്തിൽ കൈകാര്യം ചെയ്യേണ്ട ആന്തരിക ശുദ്ധിയും മനോഭാവങ്ങളും, ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണം, ഒരു സന്യാസിയുടെ പ്രഥമ പാദം, പ്രണവോത്തര മന്ത്രത്തിൻ്റെ മഹത്വ വിശദീകരണം, ഭക്തി, ധ്യാനം, ധാർമ്മിക ജീവിതം എന്നിവയുടെ പൂർണ്ണത. ശിവൻ പറയുന്നു, സന്യാസം ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്നതാണ്. ഉമാദേവി ചോദിക്കുന്നു, എന്താണ് ആത്മശുദ്ധി? അത് എങ്ങനെ പ്രാപിക്കാം? ശിവൻ മറുപടി പറഞ്ഞു, തപസ്സും ധ്യാനവും പ്രണവോപാസനയും അശുദ്ധ മനസ്സിലെ ആശങ്കകളും നശിപ്പിക്കണം. മനസ്സും ആത്മാവും സത്യരൂപമായി പവിത്രമാക്കണം. ഈ സംഭാഷണം സന്യാസത്തിൻ്റെ ആത്മാർത്ഥതയും ദൈവോപാസനയുടെ ആന്തരിക മാർഗവും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ശിവനും ഉമാദേവിയും നൽകുന്ന ഈ പാഠം ഭക്തനും സന്യാസിക്കും ഒരുപാട് പ്രചോദനവും മാർഗദർശനവും നൽകുന്നു. ഉമാദേവി മഹാദേവനോട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് തിരഞ്ഞു നോക്കാം. സന്യാസത്തിൻ്റെ സത്യം എന്താണ്? സന്യാസം ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെല്ലാം ലോകബന്ധങ്ങളിൽ നിന്ന് മാറ്റി ശുദ്ധമാക്കുന്നതാണ്. ഒരു സന്യാസി ലോക ആശങ്കകൾ, ലാഭം, നഷ്ടം, സന്തോഷം, ദുഃഖം എന്നിവ വിട്ട് നീതിപരവും നിഷ്കാമനുമായാണ് ജീവിതം നയിക്കേണ്ടത്. ആത്മശുദ്ധി എങ്ങനെ പ്രാപിക്കാം? ഉത്തരം, തപസ്സും ധ്യാനവും പ്രണവോപാസനയും ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ പരിശ്രമത്തോടെ നടത്തണം. മനസ്സിലുള്ള ദുഷ്പ്രവർത്തികൾ, ആശങ്കകൾ എന്നിവ നീക്കണം.
ഭക്തിയും ആത്മാർത്ഥതയും കൂടാതെ ശുദ്ധിയില്ല. തപസ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? ഉത്തരം: തപസ് ആത്മശുദ്ധിയുടെ പ്രധാന ഉപാധിയാണ്. ഇത് മനസ്സും ശരീരവും നിയന്ത്രിക്കാനും ഭക്തിയുടെയും ധ്യാനത്തിൻ്റെയും മധുരം പ്രദാനം ചെയ്യാനും സഹായിക്കുന്നു. ഭക്തിയും ധ്യാനവും എങ്ങനെ ആചരിക്കണം? ഭക്തി നിരന്തരവും ആത്മാർത്ഥവുമായിരിക്കണം. ധ്യാനം അക്ഷരോപാസനയുമായി ചേർന്ന് മനസ്സ് ശാന്തമാക്കുന്നതാണ്. ഇത് ശിവാരാധനയുടെ ആന്തരിക രൂപമാണ്. പ്രണവത്തിൻ്റെ, അതായത് ഓം എന്നതിൻ്റെ തത്വവും ഉപയോഗവും എന്താണ്? ഉത്തരം: പ്രണവം ശിവതത്വത്തിൻ്റെ പ്രതീകമാണ്. ഓം മന്ത്രം ജപിക്കുന്നവൻ ഭക്തിയുടെയും മനഃശാന്തിയുടെയും മധുരം അനുഭവിക്കും. ഇത് ആത്മാവിൻ്റെ ഉണർവിനും ദൈവസാക്ഷാത്കാരത്തിനും വഴികാട്ടിയാണ്. അടുത്ത ചോദ്യം: ലോകബന്ധങ്ങളിൽ നിന്ന് എന്തിന് വിട്ടുനിൽക്കണം? ഉത്തരം: ലോകബന്ധങ്ങൾ മനസ്സിൽ ആശങ്കകൾ സൃഷ്ടിക്കുകയും ആത്മാവിൻ്റെ ഉന്നതിക്ക് തടസ്സമാകുകയും ചെയ്യും. അതുകൊണ്ട് സന്യാസി അവയെ ഉപേക്ഷിച്ച് ആത്മീയതയിൽ ഉറച്ചു നിന്നിരിക്കണം. ശിവപൂജയുടെ ആന്തരിക രീതികൾ എന്തെല്ലാമാണ്? ശിവപൂജ ഭക്തിയുടെയും മനോനിവേശനത്തിൻ്റെയും സമന്വയമാണ്. മാനസപൂജ, പ്രണവോപാസന, ധ്യാനം എന്നിവ പ്രധാനമാണ്. ഇവ അവിഭാജ്യമായൊരുമിച്ചാണ് ശിവസന്നിധി നേടുന്നത്. മരണശേഷമുള്ള സന്യാസിയുടെ ചടങ്ങുകൾ എന്തെല്ലാമാണ്? സന്യാസിയുടെ മരണാനന്തര ചടങ്ങുകൾ ശരിയായ വിധികളോടെ നടത്തണം. ഇത് ആത്മാവിൻ്റെ മോക്ഷത്തിനും ദൈവസമൂഹീകരണത്തിനും സഹായിക്കുന്നു. അടുത്ത 10 ദിവസം മുതൽ 11ാം 12ാം ദിവസമെങ്കിലും പ്രത്യേക ആചാരങ്ങൾ നിർവഹിക്കണം. കൈലാസ സംഹിതയിലെ 3ാമത്തെ അധ്യായം എന്നത് സന്യാസത്തിൻ്റെ മാർഗമാണ്. സന്യാസത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ വിശ്വാസസജ്ജതയും തപസ്സും ധ്യാനവും ലോകബന്ധങ്ങൾ ഉപേക്ഷിക്കൽ, ഭക്തി വളർത്തൽ, ആത്മാന്വേഷണം എന്നിവയാണ്. ആത്മാന്വേഷണം എന്നുദ്ദേശിക്കുന്നത് ഞാൻ ആരാണ് എന്ന ചോദ്യം ആവർത്തിച്ച് ദൈവസാക്ഷാത്കാരത്തിൻ്റെ വഴി അന്വേഷിക്കുക എന്നതാണ്. ഒരു സന്യാസിയുടെ ദൈനംദിന ആചാരങ്ങളാണ് അധ്യായം 4 പറയുന്നത്. ശിവൻ ഉമാദേവിയോട് വിശദമായി പറയുന്നു: ഒരു സന്യാസിയുടെ ജീവിതം ഏകാഗ്രതയിലും ശുദ്ധിയിലുമാണ് ആധാരമാകേണ്ടത്. ദിവസം മുഴുവൻ ആചരിക്കേണ്ട രീതികൾ വളരെ കൃത്യതയും സമർപ്പണവും ആവശ്യപ്പെടുന്നുണ്ട്. പ്രഭാത നമസ്കാരം മുതൽ സന്ധ്യാ നമസ്കാരം വരെ ഓം എന്ന പ്രണവം ജപിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കണം. ശുചിത്വം പാലിച്ച ശേഷം നദീതീരത്ത് അല്ലെങ്കിൽ ശുദ്ധജലത്തിൽ സ്നാനം നടത്തണം. ജപവും ധ്യാനവും ഓം നമഃശിവായ എന്ന മന്ത്രം നിരന്തരമായി ജപിക്കണം. സന്യാസി മിതമായ സത്വഗുണമുള്ള ഭക്ഷണം മാത്രമാണ് സ്വീകരിക്കേണ്ടത്. രുചിയും സ്വാദുമല്ല അവിടെ, ശുദ്ധിയും ഉപകരണവുമാണ് പ്രധാനം. ശാസ്ത്രപഠനം, അതായത് ഉപനിഷത്തുകളും പുരാണങ്ങളും പ്രത്യേകിച്ച് ശിവപുരാണവും പ്രത്യേകമായി പഠിക്കണം. സന്യാസിക്ക് ശാരീരികമായി പ്രതിമ പൂജയെക്കാളും മാനസപൂജയാണ് പ്രധാനം. മനസ്സിൽ ശിവനെ സ്മരിക്കുകയും പൂജിക്കുകയും ചെയ്യണം. ലിംഗത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അതിനെ ദിവ്യമായി അർപ്പിക്കണം. സന്ധ്യാസമയങ്ങളിൽ വീണ്ടും ജപവും പ്രണവോപാസനയും ചെയ്യണം. അസ്തമിക്കുന്ന സൂര്യനെ ആദരിച്ച് ഉച്ചാരണം ചെയ്യണം. ശാന്തമായി അന്തർധ്യാനം ചെയ്യണം. ഉറക്കത്തിന് മുമ്പുള്ള നിലയും വിശദമാക്കുന്നു. ഇങ്ങനെ സന്യാസി ദിനം മുഴുവൻ ശുദ്ധമായ ആചാരങ്ങൾ പാലിച്ചാൽ അവൻ ശിവസാന്നിധ്യത്തിൽ ഭാഗ്യവാനാകും എന്ന് കൈലാസ സംഹിത വ്യക്തമാക്കുന്നു. അധ്യായം 5 തപസ്വിയുടെ യന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ശിവൻ ഉമാദേവിയുടെ തപസ്സിൻ്റെ രഹസ്യപരമായ രീതികളിൽ ഒന്നായ യന്ത്രം, അതിൻ്റെ ആധികാരികതയും പ്രയോഗവും വിശദമായി വിശദീകരിക്കുന്നു. യന്ത്രമെന്നത് ദൈവിക ഊർജങ്ങൾ സൂക്ഷ്മമായി ആകർഷിക്കുന്ന ഒരു ആധ്യാത്മിക ഉപാധിയാണ്. യന്ത്രം ഒരു ചിഹ്നരൂപമാണ്. അതിൽ ദേവതയുടെ ശ്രേഷ്ഠതയും ശക്തിയും സങ്കേതപരമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. സന്യാസികൾക്കുള്ള യന്ത്രം ശിവതത്വത്തെ ധാരാളമായി ആകർഷിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇത് ഭൗതികമല്ല, മനസ്സിനും ചൈതന്യത്തിനും വഴിയൊരുക്കുന്ന പ്രതീകമാണ്. ദിശാനുസൃതമായി ശുദ്ധമായ സ്ഥലത്തിലാണ് ഇത് വരയ്ക്കേണ്ടത്. മൺതറയിലോ കഷ്ണം കല്ലിലോ കമ്പളത്തിലോ വരയ്ക്കാം. യന്ത്രം വരയ്ക്കുന്ന സ്ഥലത്ത് അലൗകിക ശാന്തിയും ഏകാഗ്രതയും നിലനിർത്തണം. ശക്തി പ്രതിഷ്ഠയ്ക്കായി സന്യാസികൾ തങ്ങളുടെ ശക്തിക്കനുസൃതമായ ദേവതയെ യന്ത്രത്തിൽ വരച്ച് ധ്യാനിക്കുന്നു. യന്ത്രത്തിലെ പ്രധാന ഘടകങ്ങളെക്കുറിച്ചും വിശദമാക്കുന്നുണ്ട്. ബീജാക്ഷരങ്ങൾ, മണ്ഡലം, പത്മങ്ങൾ, ത്രികോണം, ചതുരസ്രം, ഇങ്ങനെ ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി ശിവഭഗവാൻ ഉമാദേവിയോട് പറയുന്നു. യന്ത്രം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട്. യന്ത്രം വരയ്ക്കുമ്പോൾ മനസ്സിൽ ശുദ്ധത, ഭക്തി, ശിവധ്യാനം പുലർത്തണം. എല്ലാ പ്രയോഗങ്ങളും ഗുരുവിൽ നിന്നുള്ള ദീക്ഷയോടെ മാത്രമാണ് നടത്തേണ്ടത്. ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ധ്വനിയാണ് യന്ത്രം. യന്ത്രം ഒരു ദിവ്യ ഭാഷയാണ്. അതിലൂടെയാണ് തപസ്വി ശിവനുമായി നിശബ്ദമായ സംഭാഷണം നടത്തുന്നത്.
അധ്യായം 6 സന്യാസമാർഗത്തിൻ്റെ ന്യാസവിധികളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ന്യാസം എന്നത് എന്താണ്? ന്യാസമെന്നാൽ ദേവതയുടെ ശക്തികളെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കും മനസ്സിലേക്കും ബീജമന്ത്രങ്ങളിലൂടെ പ്രതിഷ്ഠിക്കുക എന്നാണ് അർത്ഥം. ഇത് ആത്മശുദ്ധിക്ക്, ധ്യാനത്തിന്, ശിവതത്വത്തിൽ ലയിക്കാൻ മനസ്സിനുള്ള അനുഭവ പാതയാണ്. ദേഹവും ബുദ്ധിയും ശിവസ്വരൂപം ആക്കുക എന്നതാണ് ന്യാസത്തിൻ്റെ ലക്ഷ്യം. മാനസിക ശക്തി ആന്തരികമായി സജ്ജമാക്കുകയും. ന്യാസഘട്ടങ്ങളെക്കുറിച്ചും വിശദമായി ഇതിൽ പറയുന്നുണ്ട്. ആത്മശുദ്ധിയും ഭക്തി വികസനവും മനസ്സിൻ്റെ ഏകാഗ്രതയും ശിവാനുഭൂതിയിലേക്കുള്ള അടുക്കലും ഭൗതിക വാസനകളിൽ നിന്നുള്ള മുക്തിയും എല്ലാം വിശദമാക്കുന്നു. ന്യാസമെന്നത് ശിവതത്വം ദേഹത്തിലും മനസ്സിലുമുള്ള പ്രത്യക്ഷതയാക്കുന്ന ദിവ്യ വഴിയാണ്. അധ്യായം 7 ശിവപൂജയെക്കുറിച്ചാണ് പറയുന്നത്. ശുദ്ധമായ ഭക്തി മാർഗം. ശിവാരാധനയിൽ 3 നിലകളാണുള്ളത്. ബാഹ്യപൂജ, മാനസപൂജ, ആത്മാരാധന. ബാഹ്യപൂജ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൃശ്യമായ വിഗ്രഹം, ലിംഗം, ഛായ, യന്ത്രം മുതലായവ ആരാധിക്കുന്നതാണ്. ജലം, പുഷ്പം, വിളക്ക് ഇവ വെച്ച്. മാനസപൂജ എന്നത് ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഭാവപൂജ നടത്തുന്നത്, അതായത് ധ്യാനം. ആത്മാരാധന എന്നത് ആത്മാവിലേക്കുള്ള ദർശനം വഴി ശിവനെ നേരിട്ട് അനുഭവിക്കുന്നത്, അഹം ബ്രഹ്മാസ്മി എന്ന ഭാവം. ശിവപൂജയ്ക്ക് വേണ്ട ആവശ്യ ശുദ്ധി എന്നത് ദേഹശുദ്ധി, ഭക്ഷ്യശുദ്ധി, മനഃശുദ്ധി, വചനശുദ്ധി എന്നിവയാണ്. പൂജയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ധ്യാനം, ആവാഹനം, പൂജാ സാമഗ്രികൾ ഒരുക്കുക, ആരതി പ്രദക്ഷിണം, പ്രാർത്ഥന ഇങ്ങനെയാകുന്നു. ശിവപൂജ ശാസ്ത്രമനുസൃതമായി ഭക്തിപൂർവം ആചരിക്കുമ്പോൾ അവൻ ശിവനാകുന്നു. അതാണ് പൂജയുടെ മഹത്വം. ശിവന്റെ മാനസിക പൂജയാണ് അധ്യായം 8 പറയുന്നത്. ശിവൻ ഉമാദേവിയോട് പറയുന്നു, ബാഹ്യപൂജയ്ക്ക് ശേഷമുള്ള ഏറ്റവും ഉന്നതമായ പൂജയാണ് മാനസിക ആരാധന. ഇത് ഭഗവാന്റെ ആത്മസന്നിധി ആലോചിച്ചുള്ള ശുദ്ധമായ ഭാവ പൂജയാണ്. മനസ്സിൽ ശിവനെ ആലോചിച്ചു പൂജിക്കുക. സാധനങ്ങളൊന്നും തന്നെയില്ല, പ്രദർശനങ്ങൾ ഒന്നും തന്നെയില്ല, ഭാവവും ഭക്തിയും മാത്രം. ശരീരത്തിൽ തന്മയത്വം പുലർത്തുന്ന ധ്യാനമാർഗം. മാനസ ഉപചാരങ്ങൾ എന്തെന്നാൽ ജലം മനസ്സിലാണ്, പുഷ്പം ഭാവത്തിലാണ്, ചന്ദനം ശുദ്ധതയിലാണ്, ദീപമാകട്ടെ ആത്മപ്രകാശത്തിലും, നൈവേദ്യം വിശുദ്ധ ചിന്തകളിലും. ഇങ്ങനെയാണ് മാനസമായ ഉപചാരങ്ങൾ. മന്ത്രജപം ഓം നമഃശിവായ എന്നത് മനസ്സിൽ മുഴുവനായി പ്രണവമായി ആവർത്തിക്കുക. ആത്മസമർപ്പണം അവസാനത്തിൽ തൻ്റെ ശരീരവും ചിന്തകളും ശിവനിൽ ലയിപ്പിക്കുക. ഞാൻ താനല്ല, നീ തന്നെയാണ് എന്ന നിലപാട്. ത്രിനേത്രനായ ചന്ദ്രധാരിയായ ശിവനെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് നാം മനസ്സിൽ ഉരുവിടേണ്ടത്. മാനസിക പൂജയുടെ ഫലങ്ങൾ എന്തെന്നാൽ ഭാവശുദ്ധിയും മനഃശാന്തിയും, ആന്തരിക ശിവ അനുഭവം, നിർവികാരമായ ഏകാഗ്രത, സർവപാപങ്ങളുടെ ക്ഷയം, ശിവസായൂജ്യമോക്ഷം. പുഷ്പവും ദീപവും ഇല്ലാതെയും ശുദ്ധമായ മനസ്സുള്ളവന് ശിവനെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുന്നു. അധ്യായം 9 പ്രണവ വ്യാഖ്യാനമാണ്. ഓം എന്നതിൻ്റെ അർത്ഥവും അതിൻ്റെ തത്വങ്ങളും. ഈ അധ്യായത്തിൽ ശിവൻ ഉമാദേവിയോട് പ്രണവമെന്ന ദിവ്യനാദത്തിൻ്റെ അർത്ഥം, ഘടകങ്ങൾ, അതിലെ തത്വചൈതന്യം എന്നിവ വിശദമായി വിവരിക്കുന്നു. ഓം എന്നത് വെറും ഒരു അക്ഷരമല്ല, അത് സർവശക്തിയുടെയും സാക്ഷാത്കാരമായി കരുതപ്പെടുന്നു. ഓം എന്നത് 3 അക്ഷരങ്ങൾ ചേർന്നത്. ആ എന്നത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ്, ഉ രക്ഷാധികാരിയായ വിഷ്ണു, മ സംഹാരകനായ ശിവൻ, അതായത് സൃഷ്ടി, സംരക്ഷണം, ലയനം ഇങ്ങനെയാകുന്നു. അതുകൊണ്ട് തന്നെ ഓം എന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ഏകതത്വം പ്രതിനിധാനം ചെയ്യുന്നു. ശബ്ദം പരം ശബ്ദമാണ്, ഒളിഞ്ഞിരിക്കുന്ന ലോകസത്തയുടെ ധ്വനി. ആവാഹനമെന്നത് പൂജയ്ക്കും തപസ്സിനും മുമ്പ് ഈ ധ്വനി ഉച്ചരിച്ചാൽ ദൈവികത എത്തുന്നു എന്നുള്ളതാണ്. തന്മയത്വം എന്നത് ഈ പ്രണവമനുസരിച്ച് ശിവൻ തന്നെ പ്രണവ സ്വരൂപിയാണ്. ശ്വാസമെടുത്ത് ആ നിർത്തി ഊ വിട്ടിറങ്ങുമ്പോൾ മായിൽ എത്തുന്നു. ഈ പ്രക്രിയയിൽ മനസ്സും പ്രാണനും ശുദ്ധമാകുന്നു. പ്രണവം ജപിക്കാൻ കഴിയുന്നവന് ദൈവാനുഭവം ഉടനടി ലഭിക്കുന്നു. പ്രണവം ജപിക്കുന്നവൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ അവനും വസിക്കുന്നു. ഓം എന്നത് ശബ്ദത്തിൻ്റെ രൂപത്തിൽ ദർശനത്തിൻ്റെ അതിമാനവ രൂപമാണ്. അത് ജപിക്കുകയെന്നത് ശിവനെ ആന്തരികമായി തനിക്കുള്ളിൽ സജ്ജമാക്കുക എന്നത് തന്നെയാണ്. അധ്യായം 10 സൂതൻ്റെ ഉപദേശമാണ്.
സൂതൻ ശൗനകന്മാരോടും മറ്റു വിനയാർത്ഥികളോടും കൂടി ശിവോപാസനയുടെ ആന്തരികാർത്ഥവും മഹത്വവും ഉപദേശിക്കുന്നു. ശിവവ്രതങ്ങൾ, ഭക്തിമാർഗം, മാനസിക നിർമ്മലത, ജ്ഞാനവും തപസ്സും ഉള്ളവൻ്റെ ലക്ഷ്യമെന്ന് സൂതൻ വിശദമാക്കുന്നു. ശിവഭക്തൻ്റെ ലക്ഷണം എന്തെന്നാൽ ഭയമില്ലാതുള്ള, മനസ്സിൽ ശാന്തിയുള്ളവൻ, തൻ്റെ കർമ്മങ്ങളെ ശിവസന്നിധിയിൽ സമർപ്പിക്കുന്നവൻ, ജപം, ധ്യാനം, സേവനം എല്ലാം സമർപ്പണ ഭാവത്തിൽ. പുനരുദ്ഭവം അവസാനിപ്പിക്കാൻ വേണ്ടത് ശുദ്ധമായ ഭാവത്തോടെ ശിവാരാധനയാണ്. അഹങ്കാരമില്ലാതെ കർമ്മ നിർവഹണം. ശിവം ശാന്തം, ശിവം സത്യം, ശിവം ജ്ഞാനമത്ര അന്ത്യം എന്ന തിരിച്ചറിവ്. ശിവവ്രതവും ധ്യാനവും, ജപം ഓം നമഃശിവായ എന്ന പ്രണവജപം നിത്യവും, ഉപവാസം, ശുദ്ധഭക്ഷണം, ബ്രഹ്മചര്യത്വം പാലിക്കുക, ഇങ്ങനെ ശിവരാത്രികൾ പ്രാധാന്യം അർഹിക്കുന്നു. എല്ലാ പാപങ്ങളും നീങ്ങുന്നു. അനേകം ജന്മങ്ങൾ നിസ്സാരമാകുന്നു. ശിവാനുഗ്രഹമില്ലാതെ ജ്ഞാനമില്ല എന്ന അറിവിലേക്ക് എത്തുന്നു. ഇതാണ് ശിവപുരാണ പാരായണത്തിൻ്റെ മഹത്വം. ശിവൻ്റെ തിരുവടി മാത്രം സമസ്ത പാപങ്ങളുടെയും വേരുകൾ കത്തിക്കുന്ന അഗ്നിയാണ്. അധ്യായം 11 വാമദേവൻ്റെ വിവരണമാണ്. ഈ അധ്യായത്തിൽ ശിവൻ ഉമാദേവിയോട് വാമദേവ മുനിയുടെ മഹത്വവും ബ്രഹ്മജ്ഞാനവുമാണ് വിശദീകരിക്കുന്നത്. വാമദേവൻ ശിവതത്വത്തിൽ ലയിച്ച ഒരു മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മസാക്ഷാത്കാരവും ആചാരവും ഈ അധ്യായത്തിൽ പ്രാധാന്യപൂർവ്വം വരുന്നുണ്ട്. ബ്രഹ്മജ്ഞാനിയുടെ മാതൃകയാണ് അദ്ദേഹം. മൂലപ്രകൃതിയെയും പരബ്രഹ്മത്തെയും ഒരേ തത്വമായി കണ്ട ദൃഷ്ടികോണം. ശിവൻ തന്നെ വാമദേവൻ്റെ രൂപത്തിലൂടെ ആത്മതത്വം പകരുന്നു. വാമദേവൻ്റെ ജീവിതമാർഗം എന്നത് ധ്യാനവും കർമ്മവും തപസ്സും ഉപദേശവുമാണ്. ഉപദേശമെന്നത് ഇവിടെ അഹം ബ്രഹ്മാസ്മി, സ്വയം ശിവതത്വമെന്നുള്ള അവബോധം. വാമദേവൻ്റെ ബ്രഹ്മജ്ഞാന ചിന്തകൾ ഇങ്ങനെയാകുന്നു. ശിവൻ ബ്രഹ്മതത്വമായി അഭിന്നമാണ്. ഏത് ദിശയിലെയും വിശുദ്ധതയും ശിവസന്നിധിയാണ്. ദേഹമെന്നത് താൽക്കാലികമാണ്. ആത്മാവാണ് നിത്യവും അക്ഷരവും ആയത്. ജ്ഞാനിയായവനാണ് യഥാർത്ഥ ഉപാസകൻ. പൂജയും കർമ്മവും ഭാവസാക്ഷാത്കാരത്തിലേക്ക് നയിക്കണം. ശിവൻ പറയുന്നു, വാമദേവനെ പോലുള്ളവർക്ക് എൻ്റെ പൂജ ആവശ്യമില്ല. അവർക്ക് ഞാൻ തന്നെ ആത്മരൂപത്തിൽ പൂർണ്ണമായി പ്രകടമാകുന്നു. അധ്യായം 12 സന്യാസ സംഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. സന്യാസം സ്വീകരിക്കുന്ന വിധി. ഈ അധ്യായത്തിൽ ശിവൻ ഉമാദേവിയോട് സന്യാസാശ്രമം സ്വീകരിക്കേണ്ട ശരിയായ രീതിയും ഘട്ടങ്ങളുമാണ് വിശദമായി വിവരിക്കുന്നത്. ആത്മസാക്ഷാത്കാരത്തിനുള്ള ശരിയായ മാർഗമായി ശിവൻ സന്യാസത്തെ നിർദ്ദേശിക്കുന്നു. ജീവിതത്തിൽ വാനപ്രസ്ഥം പൂർത്തിയാക്കിയ ശേഷം, അല്ലെങ്കിൽ ആധ്യാത്മിക ജിജ്ഞാസ ഉണ്ടെങ്കിൽ ഏത് വയസ്സിലും ശുദ്ധമനസ്സോടെ ലോകമോഹങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമാണ് സന്യാസം. ആഹാരത്തിൽ നിർമ്മമത്വം വേണം. ഭിക്ഷ മാത്രമായിരിക്കണം. ജീവിതശൈലി ഏകാന്തത, അനാശ്രിതത്വം ഉണ്ടായിരിക്കണം. ശിവൻ തന്നെ താനെന്ന തിരിച്ചറിവിലായിരിക്കണം. മൗനം, സത്യവാക്യം, വേദജ്ഞാനം ഉണ്ടായിരിക്കണം. ഉപാസനയാകട്ടെ ശിവധ്യാനവും പ്രണവജപവും തപസ്സുമാണ്. അഹങ്കാരമില്ലാതെയും മോഹമില്ലാതെയും തന്നെ ശുദ്ധമാക്കിയവൻ സന്യാസിയാകുമ്പോൾ അവനിൽ ഞാൻ പൂർണ്ണമായി വസിക്കുന്നു എന്ന് കൈലാസ സംഹിതയിൽ കൂടി ശിവൻ പറയുന്നു. 13-ാം അധ്യായത്തിൽ സന്യാസത്തിനുള്ള പ്രകൃതിദത്തമായ വിധിയാണ് പറയുന്നത്. ഈ അധ്യായത്തിൽ ശിവൻ സന്യാസം എങ്ങനെ തത്വപരമായി സ്വീകരിക്കണം എന്നത് ഉമാദേവിയെ അഭിമുഖീകരിച്ച് വിശദമായി പഠിപ്പിക്കുന്നു. ഇത് പഴയ അധ്യായമായ അധ്യായം 12 ദീക്ഷാക്രമം നിലനിർത്തുന്നതോടൊപ്പം വൈരാഗ്യത്തിൻ്റെ ആന്തരികതയെ കൂടുതൽ ഗൗരവത്തോടെ അവതരിപ്പിക്കുകയാണ്. ആരാണ് യഥാർത്ഥ സന്യാസി? അഭിമാനമില്ലാത്തവൻ, ഭോക്തൃത്വ ബുദ്ധി ഇല്ലാത്തവൻ, അഹങ്കാരത്തിനും ബന്ധങ്ങൾക്കും അതീതനായവൻ. ഇവനാണ് യഥാർത്ഥ സന്യാസി. മനസ്സിൽ ശിവനെ മാത്രം അനുസ്മരിക്കുക, വാക്കുകളിൽ സത്യം മാത്രം സംസാരിക്കുക, ചിന്തകളിൽ ആന്തരിക ശാന്തി നിലനിർത്തുക. വസ്ത്രം, ഭക്ഷണം, വാസസ്ഥലം അവയിലൊന്നിലും മമതയില്ലാതെ, അവനിൽ എന്ത് ധാരണമുണ്ടായാലും ആത്മബോധമുണ്ടെങ്കിൽ അവൻ തന്നെ സന്യാസിയായി തീരുമെന്ന് ശിവൻ ബോധിപ്പിക്കുന്നു. ശിവപദത്തിൽ സത്യസന്യാസം ഏറ്റെടുക്കുന്നവന് ദേഹമില്ലാതെ ജീവിക്കുന്ന ദിവ്യചേതനയാകും. അധ്യായം 14 ശിവസ്വരൂപമായ പ്രണവത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യ ശബ്ദമായ പ്രണവം ഞാൻ തന്നെയെന്ന് ശിവൻ ഉമാദേവിയോട് പറയുന്നു. ശബ്ദസൃഷ്ടിയുടെ ആദ്യമുള്ള ഈ ദിവ്യനാദം ശിവതത്വത്തിൻ്റെ സാക്ഷ്യരൂപമാണ്. ഇതിൻ്റെ അർത്ഥവും ഘടനയും ഭഗവാൻ ശിവൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. 3 അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് ഓം എന്ന അക്ഷരമുണ്ടാകുന്നത്. ആ, ഉ, മ. ആ എന്നാൽ സൃഷ്ടി, ബ്രഹ്മസ്വരൂപത്തെ സൂചിപ്പിക്കുന്നു. ഉ സംരക്ഷണം, വിഷ്ണു സ്വരൂപത്തെ സൂചിപ്പിക്കുന്നു. മ സംഹാരം, മഹേശ്വര രൂപത്തെ സൂചിപ്പിക്കുന്നു.
ഇവിടെ നാദം, അതായത് ശബ്ദതരംഗം, ശിവൻ്റെ ചൈതന്യ തരംഗമാണ്. ബിന്ദു സൂക്ഷ്മതയും ഏകത്വവുമാണ്, അതായത് പരബ്രഹ്മം, ശിവൻ്റെ നിരാകാര തത്വം. ഓം എന്നത് ശബ്ദത്തിൻ്റെ ആദിയും അന്തവുമാണ്. ശ്വാസം എടുക്കുന്നിടത്ത് ആ എന്നും, ശ്വാസം ഉള്ളിലെത്തുമ്പോൾ അത് ഊവും, പുറത്തേക്ക് വിടുമ്പോൾ മായുമാണ്. അതായത് ശരീരതത്വത്തിൽ നമ്മുടെ ഒരു ശ്വാസം പോലും ഓം എന്ന അക്ഷരമാണ്. ഈ ജപം മനസ്സിന് ചൈതന്യം നൽകുന്നു, അതിലൂടെ ശിവതത്വം വ്യക്തമാക്കുന്നു. ജ്ഞാനികൾ പ്രണവമന്ത്രത്തിലൂടെ എന്നെ ധ്യാനിക്കുന്നു, അവർക്ക് ഞാൻ പൂജിതനല്ല, താനായി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഇങ്ങനെയാണ് ശിവഭഗവാൻ ഉമയോട് ഓം എന്ന ശബ്ദമന്ത്രത്തെ ആരാധിക്കുന്നവരെക്കുറിച്ച് പറയുന്നത്. ശിവൻ ഒരു രൂപമല്ല, ഒരു ശബ്ദമല്ല, സർവത്തിൽ നിറഞ്ഞിരിക്കുന്ന ഓം എന്ന പ്രണവതത്വമാണ്. അധ്യായം 15 ശിവാർച്ചനയ്ക്കായി പ്രതിഷ്ഠിക്കേണ്ട ശിവവിഗ്രഹത്തെക്കുറിച്ചാണ്. ഈ അധ്യായത്തിൽ ശിവഭഗവാൻ ഉമാദേവിയോട് ആരാധനയ്ക്കായി ഏത് വിധത്തിൽ ശിവൻ്റെ വിഗ്രഹം നിർമ്മിക്കേണ്ടത്, അതിൻ്റെ ലക്ഷണങ്ങളും നിയമങ്ങളും വിശദമായി വിവരിക്കുന്നു. വിഗ്രഹം എന്തിനാണ്? ഭക്തർക്ക് ആലംബനമായി ആശ്രയിക്കാനും താളം, ശാന്തി, ഭക്തി എന്നിവ നിലനിൽക്കാനും വിഗ്രഹം ഉപകാരപ്പെടുന്നു. ശിവലിംഗം ഏറ്റവും പ്രാമുഖ്യമുള്ള നിരാകാരത്തെയും സാകാരത്തെയും സംഗമിപ്പിക്കുന്ന ശിവൻ്റെ തന്നെ സാക്ഷാത്കാരമായ ആ ബ്രഹ്മതത്വം, ഉമാമഹേശ്വര രൂപം, ശിവനും പാർവതിയും ചേർന്ന ദ്വൈതാതീത തത്വം, ആത്മശക്തിയുടെ ഏകത്വം, നടരാജരൂപം, സൃഷ്ടിയും സംഹാരവും കാണിക്കുന്ന താണ്ഡവം, സാർവഭൗമ ചൈതന്യ നൃത്തം, അർദ്ധനാരീശ്വരൻ, പൂർണ്ണത്വത്തിൻ്റെ പ്രതീകം. പഞ്ചലോഹം, കല്ല്, മരം, കിന്നരം മുതലായവ വിഗ്രഹ നിർമ്മാണത്തിന് ഉപയോഗിക്കാം. തുല്യഭാവം, അതായത് വിഗ്രഹം നിർമ്മിച്ച ശേഷം അതിനെ ദൈവമായോതും സ്നേഹത്തോടെ കാണണം. നിർമ്മാണത്തിൽ ശുദ്ധതയും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ മന്ത്രജപത്തോടെ ആയിരിക്കണം പ്രതിഷ്ഠ. വിഗ്രഹം അർപ്പിതമായിരിക്കും എങ്കിൽ ആവാഹനം ചെയ്യുന്നതുകൊണ്ട് ഞാനതിൽ വസിക്കുന്നു. വിഗ്രഹം ഭക്തൻ്റെ മനസ്സിനെ ശാന്തിയിലേക്കാണ് നയിക്കുന്നത്. ശിവവിഗ്രഹം ഒരു പ്രതീകം മാത്രമല്ല, അത് ഭക്തൻ്റെ മനസ്സിനുള്ളിൽ ശിവൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു വാതിൽ കൂടിയാണെന്ന തിരിച്ചറിവ് എപ്പോഴും ഉണ്ടായിരിക്കണം. 16-ാം അധ്യായം ശിവതത്വമാണ്. ഈ അധ്യായത്തിൽ ശിവൻ ഉമാദേവിയോട് താൻ ആരാണ്, എന്താണ് ശിവതത്വം, അതിൻ്റെ അസ്തിത്വപരമായ ആഴം എന്താണ് എന്നതിനെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നു. ശിവതത്വം എന്നത് ഭഗവാന്റെ രൂപത്തിലേക്കോ ലിംഗത്തിലേക്കോ മാത്രം പരിമിതമല്ല, അത് സർവ്വവ്യാപകവും നിരാകാരവും സാകാരവും ആയതാണ്. നിരാകാരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവൻ രൂപരഹിതനാണ്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. സാകാരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്തന്റെ ഭാവത്തിനനുസൃതമായി വിഗ്രഹം, ലിംഗം, നടരാജരൂപം, അർദ്ധനാരീശ്വര രൂപം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്. ജ്ഞാനസ്വരൂപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവൻ സത്യവും ജ്ഞാനവും ആനന്ദവും ആകുന്നു, അതായത് സച്ചിദാനന്ദ രൂപം. സർവവ്യാപി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവൻ പ്രകൃതിയിലും പുരുഷനിലും ജീവിയിലും ജഡത്തിലും എല്ലാം ഒറ്റ തത്വമായി നിലനിൽക്കുന്നു. അദ്വൈതം, ശിവൻ മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്ന് ഇല്ല എന്നുള്ളതാണ് അദ്വൈതം. നിറം, രൂപം, നാമം, ഗുണം, പ്രവർത്തനം ഇവയെല്ലാം അതീതമായതാണ് ഞാൻ. എന്നെ അറിവിലൂടെ മാത്രമേ അറിയാനാകൂ. ഇങ്ങനെയാണ് ശിവഭഗവാൻ ഉമയോട് വിശദീകരിക്കുന്നത്. 17-ാം അധ്യായം ശിവന്റെ അദ്വൈത സ്വഭാവം. ഈ അധ്യായത്തിൽ ശിവൻ ഉമാദേവിയോട് അദ്വൈത സ്വരൂപത്തെക്കുറിച്ച് വിശദമായി ഉപദേശിക്കുന്നു. അദ്വൈതമെന്നത് ശിവനെയും ജഗത്തിനെയും വ്യത്യസ്തമായി കാണുന്നതും മായയാണ് എന്നതാണ്. ശിവൻ മാത്രമാണ് സത്യം, മറ്റ് എല്ലാം അതിൽ ലയിക്കുന്ന ഒരു ഭ്രാന്തമായ അഭിനിവേശം മാത്രമാണ്. ഭക്തനോട് ശിവൻ പറയുന്നത്, ഞാനും നീയും വ്യത്യസ്തമല്ല, എൻ്റെ ഭക്തൻ എന്നിൽ ലയിച്ചാൽ അവൻ ഞാൻ തന്നെയാകും. അദ്വൈത ബോധം കിട്ടുമ്പോൾ മോക്ഷം തന്നെയാണത്. അദ്വൈത ശിവബോധം എങ്ങനെ കൈവരിക്കാം? ആത്മവിചാരം, അതായത് ഞാൻ ആരാണ് എന്ന ഒരു ചിന്ത. എന്നാൽ അഹംഭാവ നിവൃത്തിയിലൂടെ ഞാനെന്നത് ശരീരമല്ല, മനസ്സല്ല, ചൈതന്യം മാത്രമാണ് എന്ന തിരിച്ചറിവും. അതുകൂടാതെ പ്രണവജപം, പിന്നെ ഭേദബുദ്ധി ഇല്ലാതെ ആയിരിക്കണം, അതായത് മറ്റുള്ളവരെയും ശിവസ്വരൂപമായാണ് കാണേണ്ടത്. ജ്ഞാനമാർഗം ഗുരുവിൻ്റെ ഉപദേശത്തിലൂടെ ശിവബോധത്തിലേക്ക് നയിച്ചിരിക്കണം. നിനക്കുള്ളിൽ ശിവനുണ്ടെന്ന് തിരിച്ചറിയുക, അത് തന്നെയാണ് ഏറ്റവും ഉന്നതമായ ശിവപൂജ.
18-ാം അധ്യായം ശിഷ്യന് ദീക്ഷ നൽകുന്ന ക്രമമാണ്. ഈ അധ്യായത്തിൽ ശിവൻ ഉമാദേവിയോട് ഒരു ശിഷ്യന് ശിവമാർഗത്തിലേക്ക് ദീക്ഷ നൽകുന്നത് എങ്ങനെയാകണം, എന്തെല്ലാം യോഗ്യതയും ആചാരങ്ങളും പാലിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായി ഉപദേശിക്കുന്നു. ഇത് ഗുരുശിഷ്യ സമ്പ്രദായത്തിൻ്റെ ആത്മീയതയും ആന്തരികതയും അടങ്ങിയ അധ്യായമാണ്. ദീക്ഷയുടെ അർത്ഥമെന്തെന്നാൽ ദിവ്യമായ കാഴ്ചപ്പാട് എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ശിഷ്യൻ ആത്മജ്ഞാനത്തിലേക്ക് കടക്കാൻ ഗുരു ആകാശം തുറക്കുന്നതാണ് ദീക്ഷ. ഇത് മുഖ്യമായി ശിവജ്ഞാനത്തിലേക്ക് ശിഷ്യനെ പ്രവേശിപ്പിക്കുന്ന ആത്മാനുഭവമാണെന്ന് ശിവൻ പറയുന്നു. ശിഷ്യന് ദീക്ഷ നൽകാനുള്ള പ്രധാന ഘട്ടങ്ങൾ എന്നത് ശിഷ്യന് യോഗ്യത പരിശോധിക്കലാണ്. അത് എങ്ങനെയാകണം? ശാന്ത സ്വഭാവം, വൈരാഗ്യം, ആത്മാന്വേഷണം എന്നിവ ശിക്ഷകൻ പരിശോധിക്കണം. ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. അതായത് അചഞ്ചലമായ വിശ്വാസം, മനസ്സിലെ ശുദ്ധി, പാപമുക്തത എന്നിവ നിർബന്ധം. ഗുരു ശിഷ്യബന്ധം സ്ഥാപിക്കലാണ് അടുത്തത്. ശിഷ്യന് ഗുരുവിൽ ആകെയുള്ള സമർപ്പണം ഉറപ്പാക്കണം. മന്ത്രദീക്ഷ പ്രധാനമായും പ്രണവം ഓം അല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന് ഗുരു പറഞ്ഞു പഠിപ്പിക്കണം. അന്തർധ്യാനം പരിശീലിപ്പിക്കൽ. ശിഷ്യൻ ഞാൻ ദേഹമല്ല ശിവൻ തന്നെയാണ് എന്ന ഭാവം ഉൾക്കൊള്ളണം. ദിവസദിന നിയന്ത്രണങ്ങൾ, ജപം, ധ്യാനം, ശുദ്ധാഹാരങ്ങൾ, മഹാമൗനം മുതലായ ആചാരങ്ങൾ നിർദ്ദേശിക്കുന്നു. ശിവദീക്ഷ ശിഷ്യനിൽ ദൈവത്തെ പ്രത്യക്ഷമാക്കുന്ന അഗ്നിപഥമാണ്. അത് ഗുരു പ്രകാശിപ്പിക്കുന്നു. ശിഷ്യൻ ആ വഴി നടന്ന് മോക്ഷം നേടുന്നു. അധ്യായം 19 യോഗപട്ടയുടെ നിയമങ്ങളാണ്. ഈ അധ്യായത്തിൽ ശിവൻ ഉമാദേവിയോട് യോഗപട്ട എന്ന ആശ്രമചിഹ്നം ധരിക്കാനുള്ള നിയമങ്ങളും അതിൻ്റെ ആത്മീയ മഹത്വവും വിശദീകരിക്കുകയാണ്. യോഗപട്ടം എന്നത് സന്യാസികളുടെ വേറിട്ട ലാഞ്ചനം മാത്രമല്ല, അതൊരു ജ്ഞാന സംസ്കാരം കൂടിയാണ്. യോഗപട്ടം എന്താണ്? ശിവസന്യാസിയായ യതി, അതായത് സന്യാസി, ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രമോ ശുദ്ധവസ്ത്രതന്ത്രമോ ആകുന്ന കെട്ടാണിത്. തലയിൽ, കഞ്ചുകത്തിൽ അല്ലെങ്കിൽ കുറുകെ ചുറ്റി ധരിക്കാം. അത് അഹംഭാവത്തിൻ്റെ അന്ത്യവും ആത്മസമർപ്പണത്തിൻ്റെ തുടക്കവുമാകുന്നു. യോഗപട്ടം ധരിക്കേണ്ടതിനുള്ള നിർദ്ദേശങ്ങൾ. ഗുരുദീക്ഷാനന്തരമായ ഘട്ടം, അതായത് ഗുരു ശിഷ്യനിൽ ആത്മസമർപ്പണം കണ്ടാൽ മാത്രമേ യോഗപട്ടം ധരിക്കാൻ അനുവദിക്കൂ. മനസ്സും ശരീരവും അശുദ്ധികളിൽ നിന്ന് വിമുക്തമായിരിക്കണം. ഞാനിനി ലോകാത്മതത്വം ഉപേക്ഷിച്ച് ശിവസങ്കല്പത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന ഭാവം ഉള്ളിൽ ജനിച്ചിരിക്കണം. ഓം നമഃശിവായ എന്ന ജപത്തിനിടയിലാണ് ഈ പിട്ടകം കെട്ടുന്നത്. വിശുദ്ധമായ കർമ്മങ്ങൾ മാത്രം ചെയ്താൽ പറ്റും. ഇതിൻ്റെ ആത്മീയ ലക്ഷ്യം എന്തെന്നാൽ ലൗകിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി, ആത്മധ്യാനത്തിനുള്ള മുഴുവൻ സമയ സമർപ്പണം, ശിവരൂപമാവാനുള്ള മനോവൃത്തി, ഗുരുസന്നിധിയിൽ ശുദ്ധമായ മൗന ജീവിതം. യോഗപട്ടം വസ്ത്രമല്ല, അത് ആത്മബന്ധനവും ശിവസമർപ്പണവുമാണ്. പൂർണ്ണമായ സമർപ്പണത്തിലൂടെ മാത്രമേ ശിവസന്യാസിയാകുവാൻ സാധിക്കുകയുള്ളൂ. അധ്യായം 20 പറയുന്നത് തലമുണ്ടനം ചെയ്യലും ശുദ്ധീകരണമായ സ്നാനത്തെക്കുറിച്ചുമാണ്. ശിവൻ ഉമയോട് ഇത് എപ്പോൾ, എങ്ങനെ, എന്തിന് എന്ന് വിശദമാക്കുന്നു. എന്തിനാണ് തലമുണ്ടനം ചെയ്യുന്നത്? അഹംഭാവ നിവൃത്തി വരുവാൻ. മുടി മനസ്സിൻ്റെ അഹങ്കാര ചിഹ്നമാണ്. അതിനെ ഉപേക്ഷിച്ച് സമർപ്പണം പ്രകടമാക്കുന്നു. പുനർജന്മത്തിൻ്റെ അടയാളം, അതായത് പഴയതിൽ നിന്ന് മുക്തിയായി ആത്മനവീകരണം എന്നത് ഉദ്ദേശിക്കുന്നു. സന്യാസിയുടെ അടയാളം, ആ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൻ്റെ പ്രതീകവും. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് മുടിയുരിയൽ ചെയ്യുക. ശാന്തതയോടെയും ജപമോടെയും ആചരിക്കണം. തലമുണ്ടനത്തിന് ശേഷം ശുദ്ധജലത്തിൽ സ്നാനം നിർബന്ധം. മുടിയുരിയൽ ശാരീരികമല്ല, അഹം ഉപേക്ഷിക്കുവാനുള്ള അതിമനോഹരമായ വ്രതം തന്നെയാണ്. ശുദ്ധജലത്തിൽ സ്നാനം ചെയ്താൽ ശരീരവും മനസ്സും ശിവപൂജയ്ക്കായി ഒരുങ്ങുന്നു. 21-ാം അധ്യായത്തിൽ യതിമാരുടെ മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ചാണ്. 1-ാം ദിവസം മുതൽ 10-ാം ദിവസം വരെയുള്ളത്. ഈ അധ്യായത്തിൽ ശിവൻ ഉമാദേവിയോട് യതിമാർ അഥവാ ശിവസന്യാസികൾ മരണത്തിന് ശേഷം അവർക്കായി നടത്തേണ്ട ആചാരങ്ങളും കർമാനുഷ്ഠാനങ്ങളും വിശദമായി വിവരിക്കുന്നു. സന്യാസികൾക്ക് ലൗകിക സംസ്കാരക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംസ്കാരമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. യതിയുടെ ശരീരം മൃതമായാലും ആ ജീവൻ ശിവനിൽ ലയിക്കുന്നു. ആ കാരണം കൊണ്ട് ഭക്തർ വിശുദ്ധതയോടെ ഭയരഹിതമായും ആചാരങ്ങൾ നിർവഹിക്കണം. പ്രധാന തത്വങ്ങൾ: സ്നേഹബന്ധവും ചിന്തകളും ശാന്തമായിരിക്കണം. ഭക്തജനങ്ങൾക്കായി ഉപദേശം ഇവിടെ പറയുന്നത് ദേഹമല്ല ആത്മാവ് എന്നാണ്. ദേഹത്യാഗം ശിവലോക പ്രവേശത്തിനായുള്ള അതിരാണ്. ആചാരങ്ങൾ ഗുരുപരമ്പരയുടെയും ശിവതത്വത്തിൻ്റെയും ഭാവം പുലർത്തിയതായിരിക്കണം. യതി ദേഹത്യാഗം ചെയ്യുമ്പോൾ അത് ശിവൻ്റെ കരങ്ങളിൽ വിശ്രമം കണ്ടെത്തുകയാണ്. അതിനാൽ ആ സംസ്കാരം ഭക്തിയോടെയും ജ്ഞാനബോധത്തോടെയും ആകണം.
അദ്ധ്യായം 22. ശിവസന്യാസികളുടെ 11-ാം ദിവസത്തെ ആചാരങ്ങളെക്കുറിച്ചാണ്. ശിവസന്യാസി, അതായത് യതി, ഒരാൾ ദേഹത്യാഗം ചെയ്ത ശേഷം 11-ാം ദിവസം വിശേഷമായ ആചാരങ്ങൾ നിർവഹിക്കണമെന്ന് ശിവൻ ഉമാദേവിയെ ഉപദേശിക്കുന്നു. ഇത് യതിയുടെ ആത്മാവ് ശിവലോകത്തിൽ പൂർണ്ണമായ ലയനം നേടുന്നതിന് സമർപ്പിതമായ വേദപരമായ ഘട്ടമാണ്. ദേഹത്യാഗം നടത്തിയ യതിക്ക് ശിവലോക പ്രവേശനം ലഭ്യമാക്കാൻ ശാന്തിഹോമങ്ങളും ജപങ്ങളും ഗുരുനാഥൻ്റെ സ്മരണയിലൂടെയും ശിഷ്യൻ ജീവിതത്തിൽ വീണ്ടും ശിവത്വം ഉറപ്പാക്കുന്നു. ശിഷ്യൻ ഇനി ഗുരുവിന് പകരം ശിവബോധം നിലനിർത്തണം എന്ന ചിന്താവാഹിനി. ഇതൊക്കെയാണ് ഈ 11-ാം ദിവസ കർമ്മത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 11-ാം ദിവസത്തെ പ്രധാന കർമ്മങ്ങൾ ശാന്തിഹോമം, മന്ത്രജപം, വിശുദ്ധ അന്നദാനം, ഗുരുപൂജ, ശിഷ്യ സമർപ്പണം ഇങ്ങനെയാകുന്നു. യതി ദേഹത്യാഗം ചെയ്താൽ അവൻ്റെ ദേഹമാകുന്ന വലിയ തപസ്സിൻ്റെ ഫലം ഗുരുവിനും ശിഷ്യർക്കും പകരമായി വയ്ക്കപ്പെടുന്നു. അതിനാൽ 11-ാം ദിവസം വിശുദ്ധമായി ആചാരങ്ങൾ ആചരിക്കണം. യതിയുടെ മരണത്തിന് ശേഷം ജീവിതം മരിക്കുന്നില്ല, അത് ബോധതലത്തിലേക്ക് നീങ്ങുന്നു എന്ന തത്വചിന്തയാണ് ഇവിടെയുള്ളത്. ശിഷ്യൻ ഗുരുവിന് പകരമായി ശിവബോധം ഉയർത്തേണ്ടതാണ്. കൈലാസ സംഹിതയിലെ അവസാന അധ്യായം 23-ാം അധ്യായം യതിമാരുടെ 12-ാം ദിവസത്തെ ആചാരങ്ങളെക്കുറിച്ചാണ്. ഈ അധ്യായത്തിൽ ശിവൻ ഉമാദേവിയെ ഉപദേശിക്കുന്നത് ശിവസന്യാസിയായ യതിയുടെ ദേഹവിയോഗത്തിന് ശേഷം 12-ാം ദിവസം നിർവഹിക്കേണ്ട പൂർണ്ണാത്മ പരിഷ്കാര ചടങ്ങുകളെക്കുറിച്ചാണ്. 12-ാം ദിന ആചരണങ്ങളുടെ മഹത്വം എന്തെന്നാൽ ശേഷിച്ച ദൈവിക ബാധ്യതകൾ പൂർത്തിയാക്കലാണ്. എല്ലാ ഭൗതിക ബന്ധങ്ങളും പൊളിച്ചെഴുതി ആത്മാവിന് ശുദ്ധമായ ലയനപദം ഒരുങ്ങുന്നു. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പുതുക്കൽ, അതായത് ആധ്യാത്മിക തനിമ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നു. യതിയുടെ ആത്മസ്മരണവും ശാന്തി വരവുമാണ്, അതായത് ശാന്തിഹോമം, ധ്യാനജപങ്ങൾ വഴി സമസ്ത ലൗകിക ചിന്തകളുടെയും അവസാന ഘട്ടം. പ്രധാന കർമ്മങ്ങൾ ഇവിടെയും മഹാശാന്തി ഹോമമാണ്. പുണ്യാഹവാചനമുണ്ട്, അതായത് ശുദ്ധീകരണ ചടങ്ങ്. ഗുരുനാമ തിലകഭാരമുണ്ട്, അതായത് ശിഷ്യനിലേക്ക് പുതിയ ആത്മാനുഭവ ശ്രേണി ആരംഭിക്കാൻ ശിഷ്യന് ദാർശനിക ഉത്തരവാദിത്തം നൽകുന്നു. അനുസ്മരണ സംഗമം, അതായത് സത്സംഗ്. യതിയുടെ ആത്മീയ ജീവിതമോർത്ത് സത്സംഗ് സംഘടിപ്പിക്കാവുന്നതും ആണ്. യതിയുടെ ആത്മാവ് എൻ്റെ ശിവത്വത്തിൽ ലയിക്കുന്നു. 12-ാം ദിവസം ഭക്തർ അദ്ദേഹത്തെ ശിവനെന്ന പോലെ ആദരിക്കണം. ശുദ്ധവും സമർപ്പിതവുമായ ജീവിതത്തിൻ്റെ അംഗീകാരമാണ് ആ ദിവസം. ഇങ്ങനെ കൈലാസ സംഹിതയുടെ 23 അധ്യായങ്ങളും നമ്മൾ ചുരുക്കരൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ശിവഭഗവാൻ ഉമാദേവിയോട് സ്നേഹത്തോടെയും കരുണയോടെയും പങ്കുവച്ച ഈ ദിവ്യജ്ഞാനങ്ങൾ, കൈലാസ സംഹിത എന്നത് അത്യന്തികം ഗൗരവമേറിയ ഒരു ഭാഗം തന്നെയാണ്. ഇതിൽ സന്യാസമാർഗം, പുതിയ ജീവിതത്തിലേക്കുള്ള ആത്മനിഷ്ഠാപൂർണമായ ചുവടുകൾ, പ്രണവം, മനസ്സിലുള്ള ശിവപൂജ, ശിവതത്വത്തിൻ്റെ അദ്വൈത സ്വഭാവം, ഗുരുവിൻ്റെ മഹത്വം, ജീവിതാനന്തര ക്രമങ്ങൾ എന്നിങ്ങനെ വളരെ ആഴത്തിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ വളരെ ചെറിയ രൂപത്തിലാണ് അവതരിപ്പിച്ചു വന്നത്. ഈ സംഹിത വായിക്കുമ്പോൾ ഒരു യാതനാത്മക ജീവിതം വിട്ട് നിസ്വാർത്ഥതയിലേക്കുള്ള യാത്രയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. കൈലാസ സംഹിതയിലൂടെ ആധ്യാത്മിക യാത്ര ശിവൻ എന്ന പരമതത്വത്തിലേക്കാണ് നമ്മളെ ചുമന്നുകൊണ്ടു പോകുന്നത്. ശിവൻ പുറത്തല്ല, അവൻ നമ്മളിൽ ഉള്ളതാണ്. അത് തിരിച്ചറിയുക എന്നതാണ് യഥാർത്ഥ സന്യാസം. ഈ ജ്ഞാനയാത്ര നിങ്ങൾക്കും പ്രചോദനമാകട്ടെ എന്ന ആശംസയോടെ നന്ദി, നമസ്കാരം.